ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ റേഞ്ച് കാണുന്നത് എങ്ങനെ, റേഞ്ചിൻ്റെ ബേസിസ് കാണുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഇതിൽ. അതുമാതിരി തന്നെ കേണലും റേഞ്ചും തമ്മിലുള്ള ബന്ധം, കേണലിൻ്റെ ഡയമെൻഷനും റേഞ്ചും തമ്മിലുള്ള ബന്ധം ആണ് ഇതിൽ അടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം റേഞ്ച് ഓഫ് എ ലീനിയർ, റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? റേഞ്ച് ഓഫ് ടി ഈക്വൽ ടു ടി ഓഫ് വി ഇൻ വി, അതായത് എല്ലാ വെക്റ്റേഴ്സിൻ്റെയും ഇമേജുകളുടെ കളക്ഷനാണ്. ടി ഓഫ് വി എന്ന് പറഞ്ഞാൽ ഇമേജാണ്. വിയിലുള്ള എലമെൻസിൻ്റെ എല്ലാത്തിൻ്റെയും കൂടിയും വി ടു ഡബ്ല്യു ആണ് ടി എങ്കിൽ ഡബ്ല്യൂയുടെ സബ്സെറ്റ് ആയിരിക്കും റേഞ്ച്. നമുക്കറിയാം കോഡൊമൈൻ്റെ സബ്സെറ്റ് ആയിരിക്കും റേഞ്ച്. ഓക്കെ, റേഞ്ച് എന്നുള്ള എല്ലായ്പ്പോഴും ഒരു സബ് സ്പേസ് ആയിരിക്കും. ഞാൻ എൻ്റെ പ്രൂഫിലേക്ക് പോകുന്നില്ല, വലിയ ടഫൊന്നുമല്ല, പക്ഷേ ഞാൻ അവർക്ക് പോകുന്നില്ല, മിക്കവാറും ചോദിക്കാൻ സാധ്യത കുറവാണ്. ഓക്കെ, ഡെഫിനിഷൻ ഓഫ് റേഞ്ച് ആൻഡ് റാങ്ക് ആൻഡ് നള്ളിറ്റി. അപ്പോൾ റാങ്കും നള്ളിറ്റിയും എന്താണ് എന്നുള്ളതും കൂടി പറയട്ടെ. റാങ്ക് എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് റേഞ്ചാണ്. ഓക്കെ, നള്ളിറ്റി എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് കേണൽ ആണ്. കേണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു സീറോയ്ക്ക് മാപ്പ് ചെയ്യുന്ന വെക്റ്റേഴ്സിൻ്റെ എണ്ണമാണ്, വെക്റ്റേഴ്സിൻ്റെ കളക്ഷനാണ്. അപ്പോൾ സീറോ എന്നുള്ളത് നമുക്ക് നോക്കി അറിയാലോ. കേണൽ എന്ന് പറയുന്നത് സീറോയ്ക്ക് മാപ്പ് ചെയ്യുന്നതാണ്, സീറോൻ്റെ ഇതാണ് നൾ എന്നുള്ളത്. അപ്പോൾ നള്ളിറ്റി എന്നുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട ടേമാണ്. റേഞ്ചിൻ്റെ ഡയമെൻഷനാണ് റാങ്ക്, രണ്ടിൻ്റെ ഡയമെൻഷനാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ കേണൽ എന്ന് പറയുന്നത് വിയുടെ സബ്സെറ്റ് ആയിരിക്കും. വി ടു ഡബ്ല്യു ആണ് ടി എങ്കിൽ വിയുടെ സബ്സെറ്റ് ഇവിടെ ആയിരിക്കും കേണൽ. കേണൽ എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്നുണ്ടാകുക. റേഞ്ച് എന്നുള്ളത് മറ്റൊടത്തായിരിക്കും, ഇതിലാണ് കിടക്കുന്നുണ്ടാകുക കേണൽ. ഓക്കെ, അതേസമയം ഇതിലാണ് കിടക്കുന്നുണ്ടാകുക എന്ത്? റേഞ്ച്. ഓക്കെ, റേഞ്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് ഡബ്ല്യു ആൻഡ് കേണൽ ഈസ് എ സബ്സെറ്റ് ഓഫ് വി. അതൊന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇനി നമുക്കൊരു പ്രധാനപ്പെട്ട തിയറം ഉണ്ട്, അതുകൊണ്ടാണ് ഈ കേണലും റേഞ്ചും ഒക്കെ വീണ്ടും പറയുന്നത്. റാങ്ക് പ്ലസ് നള്ളിറ്റി ഈക്വൽ ടു ഡൊമൈൻ്റെ ഡയമെൻഷൻ, അതാണ് പറയുന്നത്. ഡയമെൻഷൻ ഓഫ് റേഞ്ച് പ്ലസ് ഡയമെൻഷൻ ഓഫ് കേണൽ, ഇത് ഡയമെൻഷൻ ഓഫ് റേഞ്ച് ആണ് റാങ്ക് എന്ന് പറയുന്നത്. ഡയമെൻഷൻ ഓഫ് കേണലാണ് എന്ത്? നള്ളിറ്റി. ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഡൊമൈൻ, ഡൊമൈൻ്റെ ഡയമെൻഷനാണ്, വിയുടെ ഡയമെൻഷനാണ് എടുക്കുക. ഓക്കെ, അത് നിങ്ങൾ സം ചെയ്ത് എഴുതിയാൽ മതിയാവും, അത് അങ്ങനെ തന്നെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കാണുന്നതല്ല, നമ്മൾ റേഞ്ച് എങ്ങനെ കാണുന്നതെന്നുള്ളതും റേഞ്ചിൻ്റെ റാങ്ക് എങ്ങനെ കാണുന്നതെന്നുള്ളതുമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട് നമ്മളോട്. ഈ എ എക്സിൻ്റെ ടി ഈക്വൽ ടു എ എക്സ്, ടി എക്സ് ഈക്വൽ ടു എ എക്സിൻ്റെ റേഞ്ച് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന എ എന്ന് പറയുന്നതിനെ റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോമിൽ ആക്കുന്നു. എ എന്നുള്ളതിൻ്റെ റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോമിൽ, ഇതിപ്പോൾ റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോമിൽ തന്നെയാണ്. 1 0 0 0 1 0 -2 1 0, ഇത് റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോമിലാണ്. എന്നിട്ട് പിവട്ടുകൾ മാർക്ക് ചെയ്യുന്നു. പിവട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരു റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിനെയാണ് പിവട്ട് എന്ന് പറയുക. ഫസ്റ്റ് നോൺ സീറോ എലമെൻ്റാണ് പിവട്ട്. അത് ഏത് കോളത്തിലാണെന്ന് മാർക്ക് ചെയ്യുന്നു. ആ 2 കോളം മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മളുടെ ഒറിജിനൽ മെട്രിക്സ്, ക്വസ്റ്റ്യനിൽ തന്ന മെട്രിക്സ് ഉണ്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലിപ്പോൾ രണ്ടും റോ റെഡ്യൂസ്ഡ് ഫോം തന്നെയാണ് ഈ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെ ഞെക്കി എഴുതാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യനിൽ തന്ന മെട്രിക്സിൻ്റെ ഈ പറയുന്ന ആരോ മാർക്ക് ചെയ്തിട്ടുള്ള ആ 2 കോളങ്ങൾ ഉണ്ടല്ലോ, ആ കോളങ്ങൾ വെക്ടറുകളായിട്ട് എഴുതി കഴിഞ്ഞാൽ ബേസിസ് ഓഫ് എന്ത് കിട്ടും? റേഞ്ച്. ബേസിസ് ഓഫ് റേഞ്ച് ഓഫ് ടി കിട്ടും. അത് ഈ കോളം, ഒന്നാമത്തെ കോളം പ്ലസ് രണ്ടാമത്തെ കോളായിരിക്കും. ഒന്നാമത്തെ കോളം എന്നുള്ളത് 1 0 0, രണ്ടാമത്തെ കോളം എന്നുള്ളത് 0 1 0. ഇത് രണ്ടും കൂടി ആയിരിക്കും. ബേസിസിലെ എലമെൻ്റാണ് നമുക്കറിയാം ഡയമെൻഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഡയമെൻഷൻ ഓഫ് എന്താണ്? റേഞ്ച്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? റാങ്ക് എന്ന് പറയുക. റാങ്ക് എന്ന് പറയുക ഡയമെൻഷൻ ഓഫ് റേഞ്ച് ആണ്. അപ്പോൾ ബേസിസിലുള്ള എലമെൻസിൻ്റെ എണ്ണം ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഇതിലിപ്പോൾ 1 2. ഓക്കെ, അങ്ങനെയാണ് ബേസ് കാണുക. ഇനി ഇതിൽ തന്നെ നമുക്ക് കേണലും കാണാം. കേണൽ കാണുന്നത് ഇപ്പോൾ എല്ലാം ഈ റോ റെഡ്യൂസ് ചെയ്തതിന് ശേഷമാണ്. എ എക്സ് ഈക്വൽ ടു 0 സോൾവ് ചെയ്യുകയാണ് ചെയ്ത് നമുക്ക് കേണൽ കാണാം. കേണൽ കാണാൻ വേണ്ടിയിട്ട് എ എക്സ് ഈക്വൽ ടു 0. അപ്പോൾ കിട്ടിയിരിക്കുന്ന മെട്രിക്സ് 1 0 -2 1 0 1 1 0 0 0നെ നമ്മൾ എന്ത് ചെയ്യുന്നു? x1 x2 x3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 0 0 0 എടുക്കുന്നു. അപ്പോൾ എന്തൊരു ഒന്നാമത്തെ ഇക്വേഷൻ എന്നുള്ളത് x1 പ്ലസ് -2 x2, x1 പ്ലസ് 0 -2 x2 x3 ഈക്വൽ ടു 0. രണ്ടാമത്തത് x2 പ്ലസ് x3 ഈക്വൽ ടു 0. ഇതിൽ നമുക്ക് എന്തായാലും x3 ഈക്വൽ ടു 0 കൊടുക്കേണ്ടി വരും. 2 വേരിയബിൾ 3 ഇക്വേഷനാണ്. x3 ഈക്വൽ ടു 0 കൊടുത്താൽ ദാറ്റ് ഇംപ്ലൈസ് x3 ഈക്വൽ ടു c കൊടുത്താൽ x2 ഈക്വൽ ടു c മൈനസ് c കിട്ടും. -c കിട്ടും. ഇത് രണ്ടും കൂടി ഒന്നാമത്തെ ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 ഇംപ്ലൈസ് x1 ഈക്വൽ ടു
2x3 അല്ലേ, 2c കിട്ടും. അതായത് നമ്മളുടെ കേണൽ എന്ന് പറയുന്നതാണ് കേണൽ സെറ്റ് 2c - c. ഓക്കെ. ബേസിസ് ഓഫ് കേണൽ എന്ന് പറയുന്നത് ആ സിക്ക് 1 കൊടുക്കുക. അപ്പോൾ എന്ത് വരുന്നു? 2 - 1 1. നള്ളിറ്റി ഈക്വൽ ടു ബേസിസ് ഓഫ് കേണൽ, ബേസിസിൽ എത്ര എണ്ണം ഉണ്ട് അത്. ഓക്കെ, 1. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം ഇത് നള്ളിറ്റിയാണ്, ഇത് റാങ്ക് എത്ര വരുന്നത്? റാങ്ക് 2. രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഡൊമൈൻ്റെ ഡയമെൻഷൻ, ഇതിൽ എത്ര വേരിയബിൾ ഉണ്ട് എന്നുള്ളതാണ് ഡൊമൈൻ്റെ ഡയമെൻഷൻ. 3 വേരിയബിൾ, 3 കോളം, എത്ര കോളം ഉണ്ട് എന്നുള്ളതാണ് ഡൊമൈൻ്റെ ഡയമെൻഷൻ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം, റാങ്ക് പ്ലസ് നള്ളിറ്റി ഈക്വൽ ടു 3 ഈക്വൽ ടു എന്താണ്? ഡയമെൻഷൻ ഓഫ് ഡൊമൈൻ എഴുതി കൊടുത്താൽ മതി. ഓക്കെ. ഇനി അടുത്തൊരു പ്രോബ്ലം, കുറച്ചും കൂടി ചെയ്യാനുള്ളൊരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന എ തന്നിട്ടുണ്ട്. നമ്മളോട് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് റേഞ്ച് കാണാൻ പറഞ്ഞിട്ടുണ്ട്, കേണൽ കാണാൻ പറഞ്ഞിട്ടുണ്ട്, റാങ്ക് നള്ളിറ്റി തിയറം പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കിട്ടിയിരിക്കുന്ന മെട്രിക്സ് നമുക്ക് റോ റെഡ്യൂസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം അതിനെ ഇത് കാണാൻ വേണ്ടി, കേണൽ കാണാൻ വേണ്ടിയിട്ടുള്ള ഇത് ചെയ്യാണ്. AX ഈക്വൽ ടു 0 ഇംപ്ലൈസ് കിട്ടിയിരിക്കുന്ന മെട്രിക്സ് 2 - 2 1 -2 2 1 2 -2 1 0 0 0 അങ്ങനെയല്ലേ വരിക. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻറ്റു എക്സ് ഈക്വൽ ടു ഇതാണ് കേട്ടോ. ഇങ്ങനെ കേണൽ കാണാൻ വേണ്ടി x1 x2 x3 ഈക്വൽ ടു 0 0 0 ഇങ്ങനെയാണ് എടുക്കുക. ഓക്കെ. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? റോ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി R2 ഗെസ് ദ വാല്യൂ, ഇത് എളുപ്പമുള്ളതാണ്. R2 + R1, R3 ഗെസ് ദ വാല്യൂ, R3 - R1. അത് രണ്ടും കൂടി ചെയ്യുമ്പോൾ 2 - 2 1 0 -2 ഉം 2 കൂടി കൂട്ടിയാൽ 0, 2 - 2 കൂടി കൂട്ടിയാൽ 0, 1 ഉം 1 കൂടി കൂട്ടിയാൽ 2, അടുത്തത് 0. ഇത് 2 - 2 0 -2 - 2 0 1 - 0 0. ഇതാണ് അപ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇതിൽ നിന്ന് ഇക്വേഷനായിട്ട് എഴുതാൻ എന്തായിരിക്കും? 2x1 ദാറ്റ് ഇംപ്ലൈസ് 2x1 - 2x2 + x3 ഈക്വൽ ടു 0. അടുത്തത് 2x3 ഈക്വൽ ടു 0. ഇതിന്ന് x3 ഈക്വൽ ടു 0 കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് ഇത് ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. രണ്ടിൽ നിന്ന് എന്ത് കിട്ടും? x3 ഈക്വൽ ടു 0 കിട്ടും. അത് മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 1 ഇംപ്ലൈസ് 2x1 - 2x2, പിന്നെ x3 ആണ് ഉള്ളത്. x3 0 ആയതുകൊണ്ട് തന്നെ ഈക്വൽ ടു 0 വരും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു വേരിയബിളിൻ്റെ വാല്യൂ എടുക്കണം. പുട്ട് x2 ഈക്വൽ ടു c കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2x1 - 2c ഈക്വൽ ടു 0, x1 ഈക്വൽ ടു c. അപ്പോൾ x1 x2 x3 എന്തായി? x1 x2 x3. x1 എന്നുള്ളത് c, x2 എന്നുള്ളതും c, x3 എന്നുള്ളത് 0. കേണൽ ഈക്വൽ ടു സെറ്റ് c c 0 c ബിലോങ്സ് ടു R. ഓക്കെ. ബേസിസ് ഓഫ് കേണലാണ് ചോദിക്കുന്നതെങ്കിൽ അത് സിക്ക് 1 കൊടുക്കുക, സിക്ക് ഒരു വാല്യൂ കൊടുക്കുക. സിക്ക് 1 1 0 അത് മാത്രം. മറ്റേത് എന്താണ്? നള്ളിറ്റി എന്ന് പറയുന്നത് റേഞ്ചിൻ്റെ ഇതാണ്, ഇതിൻ്റെ ഡയമെൻഷനാണ്. ഡയമെൻഷൻ ഓഫ് കേണൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇതിൽ ഒരേ എലമെൻ്റ് ആണ്. നോൺ സീറോ ആയിട്ടുള്ള എലമെൻ്റ് ഉണ്ടെങ്കിൽ എഴുതാൻ പാടുള്ളൂ. 0 ആയിട്ടുള്ളതിൻ്റെ ഡയമെൻഷൻ 0 ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ അത് നള്ളിറ്റിയും കിട്ടി. ഇനി നമുക്ക് റേഞ്ചാണ് കിട്ടേണ്ടത്. റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക എന്താ വെച്ച് കഴിഞ്ഞാൽ റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോം. ഞാൻ റേഞ്ച് ഇവിടെ ഇതിൽ ചെയ്യാണ്. റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോം ഓഫ് എ എന്ന് എഴുതിയിട്ട് ആ റോ റെഡ്യൂസ്ഡ്, ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ കേണൽ കാണാൻ വേണ്ടി കണ്ടില്ലേ, ഇതാണ്ട് എടുത്ത് എഴുതുക. 2 - 2 1 0 0 2 2 - 2 1 0 0 2 0 0 0. ഓക്കെ. ഇതിൽ നിങ്ങൾ ആ 0 0 0 എഴുതണമെന്നില്ല. ഇനിയാണ് ഇതിനകത്ത് റേഞ്ച് കാണാൻ വേണ്ടി പോകുന്നത്. റേഞ്ച് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കാര്യം ചെയ്യുന്നത്. ഒന്നാമത്തെ റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് മാർക്ക് ചെയ്യുക, ഇതാണ് പിവട്ട്.
രണ്ടാമത്തെ റോയിലെ നോൺ സീറോ, ഫസ്റ്റ് നോൺ സീറോ, ആദ്യത്തെ നോൺ സീറോ, സീറോ അല്ലാത്ത ആദ്യത്തെ എലമെൻറ്റ്. മൂന്നാമത്തെ റോയിൽ ഫുള്ള് സീറോ ആണ്, അപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ ഇത് ഏത് കോളത്തിലാണ് വരുന്നത് നോക്കാം. ഇത് ഒന്നാമത്തെ കോളം, കോളം 1. ഓക്കെ, ഇത് മൂന്നാമത്തെ കോളം നമ്പർ 3യിലാണ് വരുന്നത്. ഇത് 3യിലാണ്, തേർഡ് കോളത്തിലാണ് വരുന്നത്. ഇത് രണ്ടെണ്ണവും നമ്മുടെ ഒറിജിനൽ മെട്രിക്സിൽ നിന്ന്, ഈ ഒറിജിനൽ മെട്രിക്സിൽ നിന്നാണ്, നമ്മുടെ ക്വസ്റ്റ്യന് തന്ന മെട്രിക്സ് ഉണ്ടല്ലോ, ഈ മെട്രിക്സിൽ നിന്ന് അവിടെ ഒന്നാമത്തെ കോളവും മൂന്നാമത്തെ കോളവുമാണ് നമ്മൾ കണ്ടെത്തിയത് പിവട്ടുള്ളത്. ഈ ഒന്നാമത്തെ കോളവും മൂന്നാമത്തെ കോളവും എടുത്തെഴുതി കഴിഞ്ഞാൽ ബേസിസ് ഓഫ് റേഞ്ചായി. ഒന്നാമത്തെ കോളം എന്ന് പറയുന്നത് എന്താണ്? ബേസിസ് ഈക്വൽ ടു 2 - 2 2. ഒന്നാമത്തെ ബേസിസ് ഓഫ് റേഞ്ച്, ഈക്വൽ ടു സെറ്റ് 2 - 2 2. ഇത് ഏറ്റവും കൂടുതൽ തെറ്റുപറ്റി ഈ അവസാന റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോമിലത്തെ കോളം അല്ല എഴുതേണ്ടത്. അതേ കോളം നമ്മൾ പിവട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ആ കോളങ്ങൾ ഒറിജിനൽ മെട്രിക്സിൽ എഴുതണം, തന്നിരിക്കുന്ന മെട്രിക്സിൽ എഴുതണം. ഓക്കെ, എങ്കിലേ അത് കറക്റ്റ് ആവുള്ളൂ. മൂന്നാമത്തത് 1 1 1, മൂന്നാമത്തത് 1 1 1 1 1 1. ഇത് രണ്ടെണ്ണമാണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? റാങ്ക് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് റേഞ്ച് ഈക്വൽ ടു 2. റാങ്ക് പ്ലസ് നള്ളിറ്റി ഈക്വൽ ടു 2 + 1 ഈക്വൽ ടു 3. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഡൊമെയിൻ. ഡയമെൻഷൻ ഓഫ് ഡൊമെയിൻ എങ്ങനെ മനസ്സിലാക്കുക? തന്നിരിക്കുന്ന മെട്രിക്സിൽ എത്ര കോളുണ്ടോ അതാണ് ഡയമെൻഷൻ ഓഫ് ഡൊമെയിൻ. ഓക്കെ, അത്രേ അതിനകത്തുള്ളൂ. ഇനി അടുത്തത് ഇതേ പ്രോബ്ലം ഞാൻ കുറച്ചുകൂടി വലിയൊരു മെട്രിക്സിൽ ചെയ്യുകയാണ്. ഇത് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ മെട്രിക്സിൽ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി ടു ഫൈൻഡ് കേർണൽ AX ഈക്വൽ ടു 0. അപ്പോൾ A എഴുതാം. 1 2 0 1 -1 2 1 3 1 0 -1 0 -2 0 1 0 0 0 2 8. പിന്നെന്താണ്? AX ഈക്വൽ ടു 0ന് എത്ര വേരിയബിൾ ഉണ്ട് നോക്കുക. 1 2 3 4 5. x1 x2 x3 x4 x5. ഇങ്ങനെ എത്ര വേരിയബിൾ ഉണ്ട് എന്ന് എഴുതണം. അതാണ് കേട്ടോ ഡൊമൈൻ്റെ ഡയമെൻഷൻ. അപ്പോൾ ഇതിൽ 5 വേരിയബിൾ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഡൊമൈൻ്റെ ഡയമെൻഷൻ എന്നുള്ളത് 5 ആണ്. അത്രയും 0 ഇവിടെ ഇല്ല. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് അത്രയും 0 അല്ല, നമ്പർ ഓഫ് റോസിൻ്റെ അത്ര 0 മതി. റോസിൻ്റെ അത്ര 0 ആണ് ഇടുക. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ A/B റോ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഉണ്ടാക്കിയിട്ട് നേരത്തെ ചെയ്തിരുന്ന മാതിരി റോ റെഡ്യൂസ് ചെയ്യുക. 0 1 -1 2 1 3 1 0 -1 0 -2 0 1 0 0 0 2 8 ബാർ 0 0 0 0. നമുക്കത് റോ റെഡ്യൂസ് ചെയ്യാൻ അറിയാം. റോ റെഡ്യൂസ് ചെയ്യാൻ രണ്ടാമത്തെ റോയിൽ നിന്ന് R2 ഗെറ്റ്സ് ദ വാല്യൂ R2 - 2 R1, R3 ഗെറ്റ്സ് ദ വാല്യൂ R3 + R1. അത് രണ്ടും ചെയ്യാം. അപ്പോൾ ആദ്യത്തെ റോയിൽ ഒരു മാറ്റമല്ല, 1 2 0 1 -1 0. ഓക്കെ, രണ്ടാമത്തെ റോയിൽ മാറ്റമുണ്ട്. രണ്ടാമത്തെ റോയിൽ നിന്ന് ഫസ്റ്റ് റോയിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ 2 - 2 ഈക്വൽ ടു 0 1 - 2 ഈക്വൽ ടു -3 1 - 4 ഈക്വൽ ടു 2 × 2 3 -0 കൊണ്ട് എന്ത് വന്നാലും 3 ആണ്. 1 - 2 ഈക്വൽ ടു -1. അടുത്തത് 2 0. ഓക്കെ, ഇനി മൂന്നാമത്തതും ആദ്യത്തതും തമ്മിൽ സം ചെയ്യുക. -1 + 1 0 0 + 2 2 -2 + 2 -2 0 + 1 1. അടുത്തത് 0 0. ലാസ്റ്റ് റോയിൽ ഒന്നും ചെയ്യുന്നില്ല. 0 0 0 2 8 0. ഓക്കെ, റോ റെഡ്യൂസ് സാധാരണ ചെയ്യുന്നതുമാതിരി തന്നെ. ഇനി അടുത്തത് എന്താണ്? R3യിലാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത്. ഈ 2 മാറ്റണം. മൂന്നാമത്തെ റോയിലെ ആദ്യത്തെ നമ്പർ 2 ആണ്, -3യുടെ താഴെ കിടക്കുന്നത്, അത് മാറ്റണം. അപ്പോൾ എന്ത് വരും? R3 ഗെറ്റ്സ് ദ വാല്യൂ. അത് നമ്മൾ ട്രിക്കിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യണം. ഓക്കെ, 3 R3 - 2 R2. അത് ചെയ്യുമ്പോൾ ആദ്യത്തേലൊന്നും വരുന്നില്ല. 1 2 0 1 -1 0. രണ്ടാമത്തേലൊന്നും ചെയ്യുന്നില്ല. -3 3 -1 2 0. മൂന്നാമത്തേൽ നമ്മൾ ചെയ്യുന്നുണ്ട്. 3 കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്ത് 2 × 3 രണ്ടും കൂടി ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 0 0. ഇതും 0 വരും. 2 × 3 0 വരും.
അടുത്ത എന്തായിരിക്കും? 2 × 1 + -1 ദാറ്റ് ഈസ് ഈക്വൽ ടു -1 1 വരും, ഇത് 4 വരും, ഇത് 0 വരും. അടുത്തതിലൊന്നും ചെയ്യുന്നില്ല. 0 0 0 2 8 0. നമുക്കിപ്പോൾ നോക്കിയാൽ അറിയാം മൂന്നാമത്തെ ഇതിൻ്റെ മൾട്ടിപ്പിളാണ് നാലാമത്തത്. അപ്പോൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. R4 ഗെസ് ദ വാല്യൂ. R4 - 2 R3 ചെയ്ത് കഴിഞ്ഞാൽ 1 2 0 1 -1 0 0 -3 3 -1 2 0 0 0 ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് കേർണലിന് എന്താ ചെയ്യുന്നത്? ഇക്വേഷനായിട്ട് എഴുതുക, അത്രയേ ഉള്ളൂ. x1 + 2 x2 + 0 x3 + x4 - x5 = 0. അടുത്തത് -3 x2 + 3 x3 - x4 + 2 x5 = 0. അടുത്തത് x3 + 4 x4 = 0. സോറി, x3 അല്ല, x4 + x5 x4 + 4 x5 = 0. ഇനി അതിൽ നമ്മൾ വാല്യൂ കൊടുത്തു. പുട്ട് x5 = c. പുട്ട് x5 = c. x5 = c ഒന്നാമത്തെ വേരിയബിലിറ്റി. ഞാൻ എൻ്റെ അടിഭാഗം ഒന്ന് മാർക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 2 ഇംപ്ലൈസ് ഇത് 1, ഇത് 2, ഇത് 3. 3 ഇംപ്ലൈസ് x2 = എന്തായിരിക്കും? 3 ഇംപ്ലൈസ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 ഇംപ്ലൈസ് ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടാണ്. x3 ഇംപ്ലൈസ് മൂന്നാമത്തെ ഇക്വേഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ x4 + 4c = 0 ഇംപ്ലൈസ് നമുക്കതിന് കിട്ടും x4 = -4c. ഞാൻ അതിൻ്റെ അടിഭാഗം ഒന്ന് മാർക്ക് ചെയ്തിട്ടാണ്, കാരണം എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, എഴുതുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് ഇനി ഇത് രണ്ടും കൂടി തേർഡ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? തേർഡ് ഇക്വേഷൻ അല്ല, സെക്കൻഡ് ഇക്വേഷൻ ഇംപ്ലൈസ് നമുക്ക് ഇക്വേഷൻ എന്താണ്? രണ്ടാമത്തെ ഇക്വേഷൻ ഒന്നാമത് -3 x2 + 3 x3 -3 x2 + 3 x3 പിന്നെ അടുത്ത് എന്താണ്? -x4 + 2 x5 = 0. ഓക്കെ, അതിൽ ഈ രണ്ട് വാല്യൂസും x5ൻ്റെയും x3ൻ്റെയും വാല്യൂസ് ഇട്ട് കൊടുത്ത് x4ൻ്റെയും വാല്യൂസ് ഇട്ട് കൊടുത്താൽ 3x2 + 3x3 x4ൻ്റെ വാല്യൂ എന്നുള്ളത് -4c ഉണ്ട് പ്ലസ് 2 x5ൻ്റെ വാല്യൂ c = 0. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് ഇത് രണ്ടും കൂടി സം ചെയ്യുമ്പോൾ എന്ത് വരും? ഇത് -4c, മറ്റേത് മൈനസ് ആണത്, അല്ല പ്ലസ്. ഇവിടെ ഒരു മൈനസ് ഉണ്ട് കേട്ടോ, -x4 ആണത്. തേർഡ് ടേം ഇത് -x4 ആണ്. മൈനസ് ഇവിടെ മൈനസ് ആണ് കേട്ടോ, മൈനസ് ആണ് ഇവിടെ. അപ്പോൾ എന്ത് വരും? -3x2 + 3x3 പ്ലസ് -4 -1 × മൈനസ് ഇതെന്ന് പറയുന്നത് 4 + 2 6c = 0. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്ത് നിന്ന് രണ്ട് വേരിയബിൾ കിട്ടാണ്ട്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത വേരിയബിളിൻ്റെ വാല്യൂ എടുക്കും. പുട്ട് x3 = b. x3 = b കൊടുത്താൽ എന്ത്? ദാറ്റ് ഇംപ്ലൈസ് മൈനസ്, അപ്പോൾ മൂന്നാമത്തെ വേരിയബിളിൻ്റെ വാല്യൂ കൊടുത്തു. x3 അല്ല, x2 = b. ഓക്കെ, നമ്മളതൊന്ന് മാർക്ക് ചെയ്തിട്ടാണ് ഒന്നാമത്തെ വേരിയബിൾ. ഇനി x2 = b കൊടുക്കുമ്പോൾ എന്ത് വരും? -3 അല്ല, x2 എന്ന് കിട്ടും.
x3 ഈക്വൽ ടു ബി, x3 ഈക്വൽ ടു ബി ആണ് കൊടുക്കുന്നത്. മൂന്നാമത്തെ വേരിയബിൾ അല്ല x3 ഈക്വൽ ടു ബി. x3 ഈക്വൽ ടു ബി ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഇങ്ങനെ -3 x2 പ്ലസ് 3b പ്ലസ് 6c ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ത്രൂ ഔട്ട് ഒന്ന് ഡിവൈഡ് ചെയ്യുന്നു. ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൈനസ് പോവും. x2 ഈക്വൽ ടു ഇത് 3 ഇതിൽ പോയിട്ട് 2 ആവും. അപ്പോൾ എന്ത് വരും? b പ്ലസ് 2c വരും. ഓക്കെ, b പ്ലസ് 2c വരും. ഇനി x1 ഈക്വൽ ടു അടുത്ത എന്താണ്? ഒന്നാമത്തെ ഇക്വേഷൻ ഇംപ്ലൈസ് x1 പ്ലസ് 2x2 പ്ലസ് 0x3 പ്ലസ് x4 മൈനസ് xy ഈക്വൽ ടു 0. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ആ ഒന്നാമത്തെ ഇക്വേഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ x1 പ്ലസ് 2 ഇൻറ്റു ബി പ്ലസ് സി, 2 ഇൻറ്റു ബി പ്ലസ് 2c, 2 ഇൻറ്റു x2 അല്ലേ, പ്ലസ് 0 പ്ലസ് x4 എന്നുള്ളത് മൈനസ് 4c പ്ലസ് മൈനസ് സി പ്ലസ് ബി ആയിരുന്നു ആദ്യത്തെ. മൈനസ് ദാറ്റ് ഇംപ്ലൈസ് ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് ഏറ്റവും അവസാനം എന്താ കിട്ടുക? അത് കൊടുത്തു കഴിഞ്ഞാൽ x1 ഈക്വൽ ടു x1 മാത്രം ഒരിടത്ത് വെക്കുകയാണെങ്കിൽ x1 ഈക്വൽ ടു c മൈനസ് 2b എന്ന് വരും. അപ്പോൾ നമുക്ക് x1 ആയി. അപ്പോൾ നമുക്ക് ബേസിസ് ഓഫ് കേർണൽ എഴുതാം. അപ്പോൾ എന്തായിരിക്കും? x1 x2 x3 x4 x1 x2 x3 x4 x5 ഞാനിത് എഴുതുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു x1 എന്നുള്ളത് c മൈനസ് 2b, രണ്ടാമത്തത് x3 എന്നുള്ളത് x2 ഈക്വൽ ടു b പ്ലസ് 2c x3 ഇവിടെ b ഉണ്ട്. ഇനിയിപ്പോൾ x4 ഈക്വൽ ടു മൈനസ് 4c ഇതാണ് നമ്മുടെ വെക്ടർ. അപ്പോൾ കേർണൽ എഴുതാന്ന് വെച്ചെങ്കിൽ കേർണൽ ഈക്വൽ ടു സെറ്റ് ഇതങ്ങോട്ട് എഴുതാം, നിരത്തിയിട്ട് എഴുതാം. c മൈനസ് 2b b പ്ലസ് 2c b മൈനസ് 4c ഇതായിട്ട് എഴുതിയിട്ട് b c ബിലോങ്സ് ടു r. നമുക്കൊരു ബേസിസ് ഓഫ് കേർണൽ എഴുതണമെങ്കിൽ ആദ്യം സിക്ക് 1 ഇട്ട് കൊടുക്കുക, ബിക്ക് 0 കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 1 2 0 മൈനസ് 1. സിക്ക് 1 ഇട്ട് കൊടുക്കുക, 1 2 0 മൈനസ് 4 1. പിന്നെ രണ്ടാമത് ബിക്ക് 1 ഇട്ട് കൊടുക്കുക, സിക്ക് 0 ഇട്ട് കൊടുക്കുക, -2 1 1 ബാക്കി രണ്ടും 0. സി അല്ലേ ബാക്കിയുള്ളതിൽ വരുന്നത്. ഇതാണ് ബേസ് ഓഫ് കേർണൽ. റാങ്ക് ഈക്വൽ, അത് ബേസ് ഓഫ് കേർണൽ, റാങ്ക് അല്ല. അപ്പോൾ നള്ളിറ്റി ഈക്വൽ ടു ബേസ് എന്താണ്? ഡയമെൻഷൻ ഓഫ് കേർണൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അതിൽ 2 കിട്ടും. ഇനി ഇതിൽ നിന്ന് നമുക്ക് റേഞ്ച് കൂടി കാണാനുണ്ട്. അപ്പോൾ റാങ്ക് കാണണ്ടേ? അപ്പോൾ അതിന് വേണ്ടി റേഞ്ച് കൂടി കാണണം. റേഞ്ച് കാണാൻ വേണ്ടിയിട്ട് എന്താണ്? റെഡ്യൂസ്ഡ് എക്ലോൺ ഫോം ഓഫ് എ എഴുതിയിട്ട് നമുക്ക് അവസാനം കിട്ടിയ ആ മെട്രിക്സ് നേരെ എഴുതി വെക്കുക. നേരെ എഴുതി വെച്ചതിൻ്റെ എന്തായിരിക്കും? ഇത് 1 2 0 1 -1 1 2 0 1 -1. അതിൽ ബാർ 0 വേണ്ട കേട്ടോ, ഇത് മാത്രം എഴുതിയാൽ മതി. അടുത്ത 0 -3 3 -1 2 0 -3 0 -3 3 എന്താണ് 3 -1 2. അടുത്തത് മൂന്നാമത്തത്
മൂന്നാമത്തെ റോ എന്ന് പറയുന്നത് 0 0 ഇത് മൂന്നാമത്തെ റോ എന്ന് പറയുന്നത് 0 0 1 4 0 0 1 4 0 0 3 0 ഉണ്ട് 0 0 0 1 4 ലാസ്റ്റ് റോ ഫുൾ 0 0. ഇനി നമ്മൾ പിവട്ട് മാർക്ക് ചെയ്യുന്നു. പിവട്ട് ഏതൊക്കെയാണ്? ഒന്നാമത്തെ കോളത്തിൽ ഒന്നാമത്തെ നോൺ സീറോ എലമെൻറ്റ്, രണ്ടാമത്തെ കോളത്തിൽ ആദ്യത്തെ നോൺ സീറോ എലമെൻറ്റ്, മൂന്നാമത്തെ കോളത്തിൽ ആദ്യത്തെ നോൺ സീറോ എലമെൻറ്റ്. കോളം നമ്പർ ഇത് വരും, ഈ കോളം വരും, ഈ കോളം വരും, ഈ കോളം വരും. ഓക്കെ. ഇനി നമുക്ക് പിവട്ട് ഈസ് ഇൻ, വേണമെങ്കിൽ അത് എഴുതിക്കോളൂ. പിവട്ട് ഈസ് ഇൻ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് ഫോർത്ത് കോളം. Hence basis of range, basis ആണ് കേട്ടോ പറയുന്നത്. basis of range that is equal to സെറ്റ് എഴുതിയിട്ട് ഒന്നാമത്തെയും രണ്ടാമത്തെയും നാലാമത്തെയും കോളല്ലേ വരുന്നത്. ഒന്നാമത്തെയും രണ്ടാമത്തെയും നാലാമത്തെയും കോളം നമുക്ക് തന്നിരിക്കുന്ന ഇതിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും നാലാമത്തെയും കോളം. അതായത് ഒന്നാമത്തെ കോളം എന്നുള്ള ക്വസ്റ്റ്യനിൽ ഇതാണ് തന്നിരിക്കുന്നത്, രണ്ടാമത്തെ കോളം എന്നുള്ളത് ക്വസ്റ്റ്യനിൽ ഇതാണ് തന്നിരിക്കുന്നത്, പിന്നെ നാലാമത്തെ കോളം. അപ്പോൾ എന്ത് വരും? 1 2 -1 0. അപ്പോൾ അതിൽ 1 2 -1 0 ഒന്നാമത്തത്. പിന്നെ രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് 2 1 0 0 കോമ. പിന്നെ നാലാമത്തെ കോളം എന്ന് പറയുന്നത് 1 1 0 2. അപ്പോൾ എന്ത് വരും? റാങ്ക് ഈക്വൽ ടു എന്താണ്? ഡയമെൻഷൻ ഓഫ് റേഞ്ച് ഈക്വൽ ടു 3. ഓക്കെ. അപ്പോൾ റാങ്ക് പ്ലസ് നള്ളിറ്റി എന്തായി? റാങ്ക് പ്ലസ് ഡയമെൻഷൻ ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് ഈ മൂന്നെണ്ണം, ഈ 3 വെക്ടർ അല്ലേ വരുന്നത്. ആ മൂന്നെണ്ണം റേഞ്ചിൻ്റെ ബേസിസിൽ എത്ര എലമെൻറ്റാ? 1 1 2 3, ഈ 3 എലമെൻ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് 3 വന്നിരിക്കുന്നത്. അപ്പോൾ റാങ്ക് പ്ലസ് നള്ളിറ്റി എന്തായിരുന്നു? റാങ്ക് നമുക്കറിയാം 2 ആയിരുന്നു. സോറി, റാങ്ക് 3 ഇപ്പോൾ കണ്ടത്. നള്ളിറ്റി എന്ന് പറയുന്നത് 2 ആയിരുന്നു. അത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 5 ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എന്ത് വരും? ഡൊമൈൻ. ഇങ്ങനെയാണ് റാങ്ക് നള്ളിറ്റി തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. എന്താ കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. ഈ ടൈപ്പ് പ്രോബ്ലംസ് എക്സാമിന് വരും ഉറപ്പായിട്ടും.